Good morning, Namaskaram, Suprabhatam. Today I have many topics. First topic is basically what? Rebuilding of mankind. When I used to work as a medical rep many years back, I used to stay a lot of companies, managers and medical reps sitting at stockist, doing every stock of a adjustment. GM, RM ഇവരെല്ലാം ഒത്തുചേർന്ന് അവിടെ 30-ാം തീയതി എല്ലാ മാസവും they are making some kind of a adjustment. അവരെന്തായിരുന്നു ചെയ്തിരുന്നത്? ചിലത് എക്സ്പയറി കാണിക്കും, ചില ക്രെഡിറ്റ് നോട്ടുകൾ ഉണ്ടാക്കി കാണിക്കും. അതായത് നിങ്ങൾ ഇത്രയും ചരക്ക് എടുത്തേ പറ്റൂ. ആൻഡ് ഐ യൂസ് ടു വണ്ടർ വേർ ആർ ദ ടോപ്പ് മാനേജേഴ്സ് ഓഫ് ദീസ് കമ്പനീസ്. എനിക്ക് തന്നെ മനസ്സിലായില്ല. ഞാൻ ചിന്തിച്ചിരുന്നു ഞാനായിരുന്നുവെങ്കിൽ അങ്ങനെ സമ്മതിക്കില്ല എന്ന്. ബട്ട് ആസ് ഐ മെച്യൂർഡ് ഇൻ ദിസ് പ്രൊഫഷൻ ഐ കെയിം റിയലൈസ് ഇറ്റ് വാസ് ടോക്ക് ഡൗൺ. എല്ലാവർക്കും എല്ലാം അറിയാമായിരുന്നു. ബിക്കോസ് വെൻ ഐ സോട്ട് ദം, companies enhanced them, setting forward the year at the same stockist and seen the same thing. കാരണം എന്തൊക്കെയോ എക്സ്പയറിയോ ബ്രേക്കേജോ ക്രെഡിറ്റ് നോട്ടോ അവരുണ്ടാക്കിയിരുന്നത്, അല്ലെങ്കിൽ അവിടുത്തെ മെഡിക്കൽ റെപ്പുകളുടെ സാമ്പിൾസുകളും അവരുടെ പക്കൽ എന്തൊക്കെ റിസോഴ്സുകൾ വരുന്നുവോ അവർ നൽകിയിരുന്നത്, അവയെല്ലാം അവരുടെ നോളജിൽ ഉണ്ടായിരുന്നു. എല്ലാത്തിലും കൺസെന്റ് ഉണ്ടായിരുന്നു. എവരിബഡി വാസ് ഡൂയിങ് എവരി സെയിൽസ് കീപ്പിംഗ് ഓൺലി ഷോർട്ട് ടേം ഇൻ മൈൻഡ്. ആൻഡ് ഡ്യൂറിംഗ് മൈ ജേർണി as a medical rep, I have seen from the best companies going down the train because of these practices. Park Davis, Albinon, Full Ford, Unicam, Days, Sarabhai, I mean lot of companies, and Walter Pushner, and this was an amazing companies in my time. If I look now, where are these companies? Maybe they are not even shadow of what they were once upon a time. കാരണം ഏതോ കാലത്തുണ്ടായിരുന്നു, അതിൻ്റെ അടുത്തെങ്ങും പോലും ഇപ്പോൾ ഇല്ല. അതെങ്ങനെ സംഭവിച്ചു? ബിക്കോസ് പീപ്പിൾ സിറ്റിംഗ് അറ്റ് ഹെഡ് ഓഫീസ് ഇഫ് നോട്ട് ഹാവ് കറേജ് ഓഫ് സ്പീക്കിംഗ് ഓഫ് കമ്മിങ് ഔട്ട് ആൻഡ് സ്റ്റണിങ്. ഈ കറപ്റ്റ് പ്രാക്ടീസസ് നടക്കുന്നു, ഇത് ശരിയാക്കണം, ഇത് നന്നാക്കുന്നതിനായി നമ്മൾ ലോങ് ടൈം കോളുകൾ ചെയ്യേണ്ടി വരും. നമ്മുടെ സെയിൽസ് താഴെയായാൽ പോലും, പ്രൈമറി സെയിൽസ് താഴെ പോയാലും നമ്മൾ ഭയപ്പെടില്ല. ആ കറേജ് ഇല്ലായിരുന്നു ആൾക്കാരുടെ ഉള്ളിൽ. I always promised to myself that I will never let it happen if I would become a top manager. But look at the irony. Mankindilum angane nadannu, and when we realized 15 months back, we started taking actions, and we definitely took some harshest actions in the history of mankind. കഴിഞ്ഞ 15 മാസങ്ങളായി what we are doing here, just rebuilding mankind. എത്രയൊക്കെ ആ പ്രാക്ടീസസ് ഉണ്ടായിരുന്നത്, പ്രോസസ്സസ് ഉണ്ടായിരുന്നത്, ഇൻഎഫിഷ്യൻ്റ് ആയിട്ടുള്ളവർ, കറപ്റ്റ് ആയിട്ടുള്ളവർ എത്ര ആൾക്കാരുണ്ടായിരുന്നു. അത് റെപ്പായിരുന്നാലും, ഫസ്റ്റ് ലൈൻ ആയിരുന്നാലും, സെക്കൻഡ് ലൈൻ ആയിരുന്നാലും, ടോപ്പ് ലൈൻ, എസ്പെഷ്യലി ടോപ്പ് ലൈൻസ് ആൻഡ് മാനേജേഴ്സ്. അവർക്ക് അഗനിസ്റ്റ് ആക്ഷനുകൾ എടുത്തു, അവരെ റിമൂവ് ചെയ്തു. ആൻഡ് വി ബൗട്ട് ലോട്ട് ഓഫ് പീപ്പിൾ ഫ്രം ഔട്ട്സൈഡ്. അതിനുശേഷം എന്താണ് നടക്കുന്നത് ഇപ്പോൾ? ഇതെല്ലാം അഫക്ഷനായി തീരും. ദോസ് പീപ്പിൾ, ദോസ് ഹു ഗോ ഔട്ട്, ദീസ് സ്റ്റാർട്ട് സ്റ്റഡിങ്. നിങ്ങൾ നോക്കുക, മാൻകൈൻഡ് മുമ്പത്തെ മാൻകൈൻഡ് അല്ല. ഞങ്ങളെ പുറത്താക്കി, സെയിൽസിന്റെ പ്രഷർ വരുമായിരുന്നു. മുമ്പ് മാൻകൈൻഡിൽ അങ്ങനെ അല്ലായിരുന്നു. ടാർഗറ്റ്സും ഇല്ലായിരുന്നു. സെയിൽസിനെ കുറിച്ച് ആരും ചോദിക്കില്ലായിരുന്നു. പറയുന്നതിനർത്ഥം, മുമ്പ് ഞാൻ സെയിൽസ് മൈനസിൽ ചെയ്തിരുന്നപ്പോൾ 0 ആയിരുന്നു. എൻ്റെ നെഗറ്റീവ് ഗ്രോത്ത് ആയിരുന്നു. എനിക്ക് മെഡൽ കിട്ടുമായിരുന്നു. എൻ്റെ ഫാമിലി ഫോറിൻ ട്രിപ്പുകളിൽ പോകുമായിരുന്നു. എൻ്റെ കുട്ടികൾ ഫാമിലി ട്രിപ്പിന് പോകുമായിരുന്നു. എനിക്ക് ഇൻസെൻറ്റീവ് പൂർണ്ണമായും കിട്ടുമായിരുന്നു. ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ്, ഇൻ ദോസ് സ്റ്റേജ് ഐ ആം ടോക്കിംഗ് അബൌട്ട് ദ ഗ്രോത്ത് വാസ് 20%, 30%, 18%. ബട്ട് സ്ലോലി ആൻഡ് ഗ്രാജുവലി ഗ്രോത്ത് സ്ലിപ്പ് ഡൗൺ. പീപ്പിൾ ലോസ്റ്റ് ദെയർ ഹങ്കർ. ആരോടെങ്കിലും ചോദിക്കുന്നതിന് അവരുടെ തലച്ചോറിൽ ഹങ്കർ ഉണ്ടായിരുന്നത് ഇല്ലാതായി. ആൻഡ് ദേ വുഡ് ജസ്റ്റ് ഹാപ്പി. പ്രോബ്ലം എവിടെയാണ് വരുന്നത്? വെൻ യു കം ഫ്രം എ ലോവർ മിഡിൽ ക്ലാസ്, യു ഗെറ്റ് സാറ്റിസ്ഫൈഡ് വെരി ഫാസ്റ്റ്. എൻ്റെ കയ്യിൽ വസ്തുവുണ്ട്, എനിക്ക് വീടുണ്ട്, പ്രോപ്പർട്ടികളുണ്ട്, ഓൾ റൈറ്റ്, ഞാൻ എന്തിന് ജോലി ചെയ്യണം? ഇപ്പോൾ കമ്പനി നിങ്ങൾക്ക് എല്ലാം നെഗറ്റീവ് ഗ്രോത്തിലും ഫോറിൻ ട്രിപ്പിന് അയക്കുകയാണ്. എനിക്ക് കൂടുതൽ ചെയ്യേണ്ട ആവശ്യം എന്താണ്? ഞാൻ വെറും 3 മണിക്കൂർ ജോലി ചെയ്താലും എൻ്റെ ജോലി നടക്കും. ഞാൻ സുരക്ഷിതനാണ്. എൻ്റെ പുതിയ പ്രൊഡക്ട്സ് വിൽക്കുന്നില്ലെങ്കിലും അപ്പോഴും എനിക്ക് ഒരു വഴക്ക് പറച്ചിലുമില്ല. എന്നോട് ദേഷ്യപ്പെടില്ല, എന്നോടൊന്നും പറയില്ല. ദിസ് വാസ് മാൻകൈൻഡ്. ലേസി, slow mankind. Was this once upon a time growing at the fastest pace, and we were toast of the industry. Last couple of years, I will say, it went down the drain
ആൻഡ് ദെൻ വി സ്റ്റാർട്ടഡ് ടേക്കിംഗ് ആക്ഷൻസ്. ആൾക്കാർ വെറും അക്കാര്യമേ ഓർത്തുള്ളൂ, അവരുടെ ഫേവറിലുള്ളത് ജോലി ചെയ്യാതെയും ഇൻസെന്റീവ് കിട്ടിയിരുന്നത്, ജോലി ചെയ്യാതെ മെഡൽ കിട്ടുക. അക്കാര്യം നമ്മൾ ഓർമ്മിപ്പിച്ചില്ല, പറഞ്ഞില്ല. ദാറ്റ് മാൻകൈൻഡ് വാസ് നോൺ ആസ് ദ മോസ്റ്റ് ഹാർഡ് വർക്കിംഗ് കമ്പനി. ഓരോ കമ്പനിയുടെയും ആൾക്കാർ പറയുമായിരുന്നു ഞങ്ങൾക്ക് മാൻകൈൻഡിലെ ആളുകൾ വേണമെന്ന്, ബിക്കോസ് അവർ വളരെ അധ്വാനിക്കുന്നവരാണെന്ന്. അത് പോയി. ദാറ്റ്സ് വൺ റീസൺ വി ടുക്ക് ഹാർഷിയസ് ആക്ഷൻസ്. പിന്നെ ആൾക്കാർ പറഞ്ഞു ഇപ്പോൾ പുറത്തുനിന്ന് ആൾക്കാരെ കൊണ്ടുവരികയാണ്, വെളിയിൽ നിന്ന് കൊണ്ടുവന്ന ആൾക്കാർ അവരുടെ ആൾക്കാരെ ഇവിടെ കൊണ്ടുവെക്കും, ഞങ്ങളുടെ ജോലി ഇല്ലാതാകും. സം കൈൻഡ് ഓഫ് എ ഫിയർ ഓഫ് അൺനോൺ വാസ് ബീൻ ക്രിയേറ്റഡ് ഇഫ് ബി ഡിസ്പൈറ്റ്. ദെൻ ഐ ഗീവ് ദ ഫിഗർ 28% ആൾക്കാരെ നമ്മൾ വെളിയിൽ നിന്ന് കൊണ്ടുവന്നു, ബാക്കി 72% അകത്തുള്ളവരെ തന്നെ പ്രൊമോട്ട് ചെയ്തതാണ്. ആൻഡ് വൺ മോർ തിങ് ഐ ടോക്ഡ്, ബിക്കോസ് വി ഓൺലി ടോക്ക് ഓൺ ഫാക്ട്സ്. എപ്പോഴെങ്കിലും നമ്മൾ വെളിയിൽ നിന്ന് ഒരാളെ സെക്കൻഡ് ലൈനിന് മുകളിലോ ആയി കൊണ്ടുവരുമ്പോൾ ഞാൻ സ്വയം ഹെഡ് ഓഫീസിൽ ഇരുന്ന് അവരെ സ്ക്രീനിങ് ചെയ്യുന്നു. ആൻഡ് ദെൻ ഹി ഈസ് ബീൻ സെലക്ടഡ്. ഇഫ് ഐ സേ 28% പീപ്പിൾ ആർ ബീങ് സെലക്ടഡ്, ഐ വിൽ ടെൽ യു 70-80% people, 90% people must have been interviewed. എത്ര അധികം ആൾക്കാരെ ഞങ്ങൾ റിജക്ട് ചെയ്തിട്ടുണ്ടാകും, അതിനുശേഷം നമ്മൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. ആൻഡ് പീപ്പിൾ സ്റ്റാർട്ടഡ് അഗൈൻ. വൺ മോർ തിങ് കെയിം. ഇപ്പോൾ മാൻകൈൻഡിൽ പ്രഷർ വന്നു. ഇപ്പോൾ മാൻകൈൻഡിന്റെ കൾച്ചർ മോശമായി. ദീസ് വെയർ ദ ടോക്സ്. പീപ്പിൾ സ്റ്റാർട്ടഡ് സ്പ്രെഡിങ്. അൺഫോർച്ചുനേറ്റ്ലി ആൾക്കാർക്ക് കൾച്ചറിലും പിന്നെ പ്രഷറിലുമുള്ള വ്യത്യാസം അറിഞ്ഞുകൂടാ. കൾച്ചർ ഈസ് ഡിഫറെന്റ്, വർക്കിംഗ് പ്രഷർ ഈസ് ഡിഫറെന്റ്. ലെറ്റ് മീ ടോക്ക് അബൌട്ട് ദ കൾച്ചർ. കൾച്ചർ എന്ന് എന്തിനാണ് പറയുന്നത്? അതിലെ ഒരു പോസിറ്റിവിറ്റി ഉണ്ടാകണം, ഒരു പാഷൻ ഉണ്ടാകണം, ഒരു മാനിറ്റോപ്രസി ഉണ്ടാകണം. ആൾക്കാർ ടാലന്റഡ് ആയിരിക്കും, നല്ലവരാണ്, കഠിനാധ്വാനം ചെയ്യുന്നു, ഗ്രോ ചെയ്യുന്നു, അവരെ മുന്നോട്ട് കൊണ്ടുവരിക. ഇനി ആരുടെയെങ്കിലും ബന്ധുക്കളോ അല്ലെങ്കിൽ ഫേവറിറ്റോ കസിനാണെങ്കിലോ കാസ്റ്റിസത്തിന്റെ മുകളിലാണെങ്കിലോ അവരെ മുന്നോട്ട് കൊണ്ടുവരരുത്. പെർഫോമൻസ് അനുസരിച്ച് പ്രൊമോഷൻ. അൺബയസ്ഡ് അറ്റ്മോസ്ഫിയർ ആയിരിക്കണം. ഹിന്ദു, മുസ്ലിം, സിഖ്, ഇസായി, നോർത്ത് ആൻഡ് ഈസ്റ്റ്, വെസ്റ്റ് ഒന്നുമില്ല. അങ്ങനെയൊന്നും ഉണ്ടാകരുത്. മെറിറ്റോക്രസി ഉണ്ടാകണം, അതിലാകണം. പഠിപ്പിക്കുന്നതിനുള്ള ഒരു കൾച്ചർ ഉണ്ടാകണം, അതിലൂടെ ആൾക്കാർക്ക് വലുതാകാൻ കഴിയണം. ഇപ്പോൾ നിങ്ങളുടെ ആൾക്കാരെ പഠിപ്പിക്കുമ്പോൾ, സബ്സ്റ്റൻസിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ, അവരുടെ ഗ്രോത്തിനെ കുറിച്ച് പറയുന്നു, അപ്പോൾ നിങ്ങളുടെ കമ്പനിയുടെ ഉള്ളിൽ നിങ്ങളുടെ ആൾക്കാർ ടാലന്റ് ഗെയിൻ ചെയ്യും, പിന്നെ ബെറ്റർ പോസ്റ്റിലേക്ക് വരും. അതിനെയാണ് പറയുന്നത് കൾച്ചർ. ആൻഡ് ദിസ് കൾച്ചർ വുഡ് ഓൾവേസ് ബി ഹിയർ. വി ഹാവ് സെഡ് നമ്പർ ഓഫ് ടൈംസ് that this company would run by freshness, and that's one reason നമ്മൾ വളരെയധികം പ്രൊഫഷണൽസിനെ വിവിധ കമ്പനികളിൽ നിന്നായി ഹയർ ചെയ്തു. വാട്ട് യു ഗിവിംഗ് ദം? എവറി സോർട്ട് ഓഫ് എ ഫ്രീഡം. അതായത് അവർക്ക് ജോലി ചെയ്യൂ. വാട്ട്സ് അവർ ജോബ്? ഇവിടെ അവർക്ക് അല്പം ഭയമുണ്ടാകുന്നു, അവർക്ക് ഹർഡിൽസ് ആയി തോന്നുന്നു, അവർക്ക് ബംസ് തോന്നുന്നു, ചില പ്രശ്നങ്ങളുണ്ട്. വി ആർ സപ്പോർട്ടിംഗ് ദം. നിങ്ങൾ വന്നോളൂ, നിങ്ങൾക്ക് എന്ത് ചെയ്യണമെങ്കിലും ചെയ്തോളൂ. ഡോണ്ട് തിങ്ക് എനിത്തിങ് ഇൻ ടേംസ് ഓഫ് ഷോർട്ട് ടേം, ലോങ് ടേം കാണിക്കണം നിങ്ങൾ. ആൻഡ് ദിസ് പ്രോസസ് ഞങ്ങൾ വളരെയധികം ജോലി ചെയ്തു. ദിസ് ഈസ് കൾച്ചർ. നൗ ലെറ്റ് മീ ടോക്ക് അബൌട്ട് പ്രഷർ. പ്രഷർ അത്രയ്ക്ക് മോശമാണ്. നിങ്ങൾ 28-ാം തീയതിയോ 30-ാം തീയതിയോ ആൾക്കാരോട് പറയുകയാണ് എനിക്ക് സെയിൽ വേണം, എന്തെങ്കിലും ചെയ്യൂ, ഞാൻ നിങ്ങൾക്ക് എക്സ്പയറി തരും, ഞാൻ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് തരും, പിന്നെ നിങ്ങൾ റിസോഴ്സസ് മിസ്യൂസ് ചെയ്തോളൂ, എന്റെ ഇൻസെന്റീവ് നൽകൂ. സം കൈൻഡ് ഓഫ് എ പ്രഷർ ഓഫ് ദിസ് ടൈം ഈസ് ദർ. എനിക്ക് സെയിൽസ് കാണിച്ചാൽ മാത്രം മതി. ഹെഡ് ഓഫീസിൽ ഇരിക്കുന്ന ആൾക്കാർ വെറും സെയിൽസിനെ കുറിച്ചേ പറയുകയുള്ളൂ. ഇതിനെയാണ് പറയുന്നത് ബാഡ് കൾച്ചർ. ഇതിനർത്ഥം ഈ ബാഡ് കൾച്ചർ എപ്പോൾ ഉണ്ടാകും? ഇപ്പോൾ ടോപ്പിലുള്ള ആൾക്കാർ 30 ദിവസം, എവറി ഡേ, എവറി വീക്ക്, എവറി ഫോർട്ട്നൈറ്റ്ലി ആൾക്കാരിൽ നിന്ന് അക്കൗണ്ടബിലിറ്റി എടുക്കില്ല, ഡെമോൺസ്ട്രേഷൻ നൽകില്ല, ഫീൽഡിൽ ജോലി ചെയ്യില്ല, ജോലി ചെയ്യാനുള്ള പ്രഷർ നൽകുന്നില്ല. അപ്പോഴാണ് വരുന്നത്. ഇപ്പോൾ 30 ദിവസം ഉണ്ടായിട്ടും എന്നിട്ട് 30-ൽ 28-ാം ദിവസം യു ആർ ജസ്റ്റ് പുട്ടിംഗ് ലോട്ട് ഓഫ് പ്രഷർ ഇൻ പീപ്പിൾ, ദെൻ ഇറ്റ്സ് എ ബാഡ് പ്രഷർ. അഥവാ നിങ്ങൾ ഡെയിലി ജോലി ചെയ്താൽ, ഡെയിലി ആൾക്കാർക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യൂ, അവരുടെ പ്രോബ്ലം പരിഹരിക്കൂ, അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ പ്രോബ്ലംസ് അത് സോൾവ് ചെയ്യുന്നതിൽ നിങ്ങളുടെ ഒരു പാർട്ടിസിപ്പേഷൻ വേണം. രാത്രിയിൽ നിന്ന് നിങ്ങൾ ഡേക്കായുള്ള പ്രാക്ടീസ് ചെയ്യിക്കൂ. അവരുടെ ഭയം അത് നിങ്ങൾ ഇല്ലാതാക്കൂ. ഇഫ് യു ആർ ഡൂയിങ് ഓൾ ദോസ് തിങ്സ്, ഐ ടെൽ യു, ഈ പ്രഷർ അത്ര മോശമല്ല. ഇനി നിങ്ങൾ എന്നോട് പറയൂ, ഈ പ്രഷർ മോശമാണോ? ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഡോക്ടേഴ്സിന്റെ ലിസ്റ്റ് ഉണ്ടാക്കൂ. 6 മാസം ഞാൻ അലറിയ ശേഷം, പറഞ്ഞതിന് ശേഷവും ഡോക്ടേഴ്സിന്റെ ലിസ്റ്റ് വന്നിട്ടില്ല. ദെൻ യു ജസ്റ്റ് സ്റ്റാർട്ടഡ് പിക്കിംഗ് എവരിബഡി.
അത് നടന്നില്ല, ഇത് നടന്നില്ല. എന്താ ഇത് പ്രഷറാണോ? എന്താ ഇത് മോശമല്ലേ? ഇപ്പോൾ ഒരു മെഡിക്കൽ റെപ്പ് അല്ലെങ്കിൽ മാനേജർ വളരെയധികം മെമ്പേഴ്സ് തങ്ങളുടെ മെഡിക്കൽ റെപ്പിന്റെ ഡോക്ടേഴ്സിന്റെ ലിസ്റ്റ് ചെക്ക് ചെയ്യുന്നില്ല. അവരൊരു GP ഡോക്ടറെ കാണിക്കുന്നു, അവരുടെ 10 കോൾ ഒരു മാസത്തിൽ കാണിക്കുന്നു. ഇതിലെന്താ അവർക്ക് അഡ്വാൻറ്റേജ് കിട്ടുന്നുണ്ടോ? അധ്വാനിക്കാതെ ആ 30 കോളും കാണിക്കും. അഥവാ ഞാൻ 30 ഡോക്ടർമാരുടെ ഒരു മാസത്തിൽ 4 കോൾ കാണിക്കാം GP ഡോക്ടേഴ്സിന്റെ. അവിടുന്ന് ഒരു റെസ്പോൺസും കിട്ടില്ല. ഞാൻ ആ ഇന്റീരിയറിലേക്ക് പോകുന്നു 2 തവണ അല്ലെങ്കിൽ 3 തവണ. അവിടെ എനിക്ക് വരാനുള്ള ചിലവ് കൂടുതലാണ്. ബട്ട് സെയിൽസ് വിൽ കം ഇഫ് യു ജസ്റ്റ് സ്പീക്കിംഗ് ഓൾ ദീസ് തിങ്സ്. ആൾക്കാർ ഇപ്പൊ പറയുകയാണ് പ്രഷറായി സാർ ഒരുപാട്. ദിസ് ഈസ് നോട്ട് പ്രഷർ സാർ, ദിസ് ഈസ് അക്കൗണ്ടബിലിറ്റി. യു ആർ ആസ്കിംഗ് ക്വസ്റ്റ്യൻസ്. ബട്ട് വരൂ, നിങ്ങൾ എന്ത് ചെയ്തു? ദിസ് വാസ് ഒറിജിനൽ മാൻകൈൻഡ്. തുടക്കത്തിൽ മാൻകൈൻഡ് അങ്ങനെ ആയിരുന്നു. ഈ കോവിഡിന് 2 വർഷം മുമ്പ് വരെ സം കൈൻഡ് ഓഫ് പ്രോബ്ലം കെയിം ഇൻ മാൻകൈൻഡ് ആൻഡ് യു ജസ്റ്റ് ഹിഞ്ചിങ് ഓൺ ഒരു അഡ്ജസ്റ്റ്മെന്റിന് മുകളിൽ നമ്മൾ പോവുകയായിരുന്നു. ദാറ്റ് ഹാസ് ടു ഗോ എവേ. ദാറ്റ് ഹാസ് ഗോൺ നൗ. സോ മൈ റിക്വസ്റ്റ് ടു എവരിബഡി ഈസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. എന്താണ് പറയുന്നത്? ഞാൻ ഇതാണ് പറയുന്നത്. നിങ്ങൾ നന്നായി ജോലി ചെയ്താൽ നിങ്ങൾ ഗ്രോ ചെയ്യും. മോശമാണെങ്കിൽ ഈ കമ്പനിയിൽ അവർക്ക് കഴിയാൻ സാധിക്കില്ല. അതിനർത്ഥം എന്താണ്? ഈ മിഡിലുള്ള ആൾക്കാർ അവർ മുന്നേറിയേ പറ്റൂ. ദിസ് ഈസ് വാട്ട് വി ടോക്കിംഗ് അബൌട്ട്. ഈ ഒരു ലൈനിലാണ് കമ്പനി പോകുന്നത്. ഓൺ വൺ സൈഡ് വെൻ വി ആർ സെയിങ് ദാറ്റ് വി ആർ റീബിൽഡിംഗ് മാൻകൈൻഡ്, ഇതിനർത്ഥം നമ്മൾ വളരെയധികം പഴയ തെറ്റായ പ്രാക്ടീസസ് ഉണ്ടായിരുന്നത് ഇല്ലാതാക്കി, നിർത്തി. അതിനി റിസോഴ്സസിന്റെ മിസ്യൂസ് ആയാലും അതിനി ZHO ആയാലും എവരിത്തിങ്. എവിടെ റൈറ്റ് ഉണ്ടോ അത് നമ്മൾ ചെയ്യും. റിസോഴ്സസിന്റെ കുറവൊന്നും ഉണ്ടാകില്ല. ബട്ട് റിസോഴ്സസ് വിൽ ഗോ ടു ദോസ് പ്ലേസ് വെയർ ഇറ്റ് ഡിസേർവ്. നമ്മൾ അവരോട് ചോദിക്കും എന്താണെന്ന്. ഇത് കൂടാതെ വളരെ ഇമ്പോർട്ടന്റ് ചീസ് നിങ്ങളോട് പറയുകയാണ്. വി ആർ ചേഞ്ചിങ് ദ ഇൻസെന്റീവ് പോളിസി ടു എ ഡിഫറെന്റ് ലെവൽ. നിങ്ങളെ അത് അത്ഭുതപ്പെടുത്തും. സച്ച് എ ഗുഡ് ഇൻസെന്റീവ് പോളിസി വി ആർ ലുക്കിംഗ്. വാട്ട്സ് ദ മീനിങ് ഓഫ് ദാറ്റ്? വി ജസ്റ്റ് വാണ്ട് ടു എൻകറേജ് ദോസ് പീപ്പിൾ ദോസ് വെയർ ഡൂയിങ് ഗുഡ്. അങ്ങനെയുള്ളവർക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ പ്രത്യേകമായി സൂപ്പർ ആൾക്കാർക്കായി. അതിന് 10% ആൾക്കാരായാലും 20% ആൾക്കാരായാലും ഐ ആം ഷുവർ 20% ആൾക്കാർ അതിനുള്ളിൽ വരും. സ്വിറ്റ്സർലൻഡിനായി ഒരു ട്രിപ്പ് ഉണ്ടാക്കുന്നുണ്ട്. അത് ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചേരും. 7 people those were doing great job. അവർക്കും അവരുടെ ഫാമിലിക്കും എക്സ്ട്രാ എന്തുകൊണ്ട് കിട്ടില്ല? തീർച്ചയായും കിട്ടും. ഞങ്ങൾ തീർച്ചയായും നൽകും സ്വിറ്റ്സർലൻഡിന്റെ ഒരു ട്രിപ്പ്. There are some people those were great in selling new products. സോ പുതിയ പ്രൊഡക്ട്സിനായി നമ്മളൊരു ഇൻസെന്റീവ് പോളിസി കൊണ്ടുവരികയാണ്. അതിനുള്ളിൽ റോയൽ എൻഫീൽഡ് മോട്ടോർ ബൈക്ക് പ്രത്യേകമായി കൊടുക്കും. പിന്നെ സെക്കൻഡായി വരുന്ന ആൾക്കാർ അതിനുള്ളിൽ പുതിയ പ്രോഡക്റ്റ് വിൽക്കുന്നതിൽ സെക്കൻഡ് നമ്പർ വരുന്നവർക്ക് അവർക്ക് ഹോണ്ടയുടെ പൾസർ അല്ലെങ്കിൽ സ്കൂട്ടി അവർക്ക് തീർച്ചയായും ലഭിക്കും. ഡിഫറെന്റ് ഡിവിഷൻസിനായി ഡിഫറെന്റ് പുതിയ പ്രൊഡക്ട്സുകൾക്ക്. മൂന്നാമത് ചില പ്രോഡക്റ്റുകൾ നമ്മുടേത് അങ്ങനെയുള്ളതാണ്. ഞങ്ങൾ വിചാരിക്കുന്നത് വളരെ കൂടുതൽ വിൽക്കുന്നതാണ്. അവർക്കായി എക്സ്ട്രാ മൈൽ എന്ന പേരിൽ തേർഡ് ഇൻസെന്റീവ് പോളിസി ഉണ്ട്. അതിൽ അഥവാ നിങ്ങൾക്ക് സാധാരണ നിലയിൽ ഇൻസെന്റീവ് 3% ആണെങ്കിൽ അതിനുള്ളിൽ 4%, 5%, 6% വരെ കിട്ടും. പ്രത്യേകമായി പൂർണ്ണ ഇൻസെന്റീവ്. കരുതൂ ഫോർ എക്സാമ്പിൾ സെയിൽ 150 ട്രിപ്പ് ചെയ്തു, സാരമില്ല. അഥവാ നിങ്ങൾ 200 വിൽക്കൂ, 300 വിൽക്കൂ, മൊത്തം 300-ൽ 3% ഇൻസെന്റീവിന്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് 5% കിട്ടും. ദിസ് ഈസ് ഓൾസോ കമ്മിറ്റ് ടു യു ആൻഡ് ബൈ ദ ടൈം ദിസ് വീഡിയോ വുഡ് കം നിങ്ങളുടെ അടുത്തേക്ക് അത് എത്തിച്ചേർന്ന് കഴിയും. ഇതുകൂടാതെ നിങ്ങളുടെ ഫോറിൻ ട്രിപ്പുകൾ അതിനുള്ളിൽ വി ആർ ബ്രിങ്ങിങ് ഡ്രാസ്റ്റിക് ചേഞ്ചസ്. വളരെ വലിയ ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരികയാണ്. ആംസ്റ്റർഡാം, ബാങ്കോക്ക്, വിയറ്റ്നാം, ഗ്രേറ്റ് ട്രിപ്സ് വി ആർ പുട്ടിങ്. ആൻഡ് അഗൈൻ എവറിത്തിങ് ഈസ് ഓൺ ദ ബേസിസ് ഓഫ് ഗ്രോത്ത് ബേസ് ഇൻസെന്റീവ്. ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞത് മിനിമം 6%, കുറഞ്ഞത് വന്നു കഴിഞ്ഞാൽ അവർക്ക് അതിന്റെ ഇൻസെന്റീവ് കിട്ടും. 110% ഇൻസെന്റീവ് ഉണ്ട്, 120% ഇൻസെന്റീവ് ഉണ്ട്. വെൻ യു സീ ദിസ് ടൈം ദ ഇൻസെന്റീവ് പോളിസി, യു ഹാവ് ബീൻ ജസ്റ്റ് അമേസ്ഡ് ദാറ്റ് മാൻകൈൻഡ് ഈസ് ദ മോസ്റ്റ് മെനോണിമസ് കമ്പനി. ഏറ്റവും അധികം പണം നൽകുന്നത്, ബഹുമാനം നൽകുന്നത്, ഗ്രോ ചെയ്യിക്കുന്ന കമ്പനിയാണ്. വി ജസ്റ്റ് വാണ്ട് ടു സേ പ്രൗഡ്ലി you are very confident about this. No other companies can give this kind of rewards, recognition, respect and environment in the organization. You'll be just amazed. ഇത്രയും നല്ല കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യാൻ പോവുകയാണ് ഈ വർഷം 25-26-നുള്ളിൽ. ആൻഡ് ഹിയർ ഐ ആം അനൗൺസിംഗ് റൈറ്റ് നൗ.
അപ്പോൾ പറഞ്ഞതിനർത്ഥം ബേസിക്കലി എന്താണ്, നന്നായി ജോലി ചെയ്യുന്നവർ they should be rewarded a lot. Those who are not doing good, they should be told. One more thing I must adding here. At every place, we just want to make a differentiation in treatment to those people, those who are good and versus those who are average. ഇതിനർത്ഥം എന്താണ്? അഥവാ വരാൻ പോകുന്ന സമയത്ത് once in 6 months ഞങ്ങൾ ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും മീറ്റിംഗ് ചെയ്യും, ഫോർ എക്സാമ്പിൾ ജയ്പൂരിൽ വെച്ച്. പക്ഷെ ഞങ്ങൾ നോക്കും ഒരു ഡിവിഷന്റെ സ്റ്റേറ്റ് ഹെഡ്, രാജസ്ഥാനിലെ സ്റ്റേറ്റ് ഹെഡ്, ഞാനൊരു എക്സാമ്പിൾ തരികയാണ് ഇവിടെ, അവരുടെ പ്രൊജക്ഷൻ നൽകുന്നു, അവരുടെ ഗ്രോത്ത് വളരെ മികച്ചതാണ്. സ്റ്റേറ്റ് ഹെഡ് ഇറസ്പെക്റ്റീവ് ഓഫ് മെഡിക്കൽ റെപ്സ്, ഇവരുടെ കൂടുതലാണ്, അവരുടെ കുറവാണ്. അവർക്ക് ഞങ്ങൾ 6 മാസത്തിലൊരിക്കൽ വൈ നോട്ട് ടു ഗിവ് ഹിം എ ട്രിപ്പ് ടു മൗണ്ട് ഓഫ്, അഥവാ ആർക്കെങ്കിലും യു പി നല്ലതാണെങ്കിൽ വൈ നോട്ട് ടു മസൂറി, 1 night സ്റ്റേ. വേഴ്സസ് ആരുടെയെങ്കിലും പുവറാണ്, വളരെ നല്ലതല്ല, എക്സ്പെക്ടേഷൻസും ഇല്ല, റൈറ്റ്, അവരെവിടെയാണോ അവിടെ തന്നെ നിൽക്കും. അതിന് മീറ്റിംഗ്സ് ആയാലും, അതിന് മെഡൽസ് ആയാലും, അതിന് ഫോറിൻ ട്രിപ്സ് ആയാലും, അതിന് ഇൻസെന്റീവ് ആയാലും, എവറി സെൻസ് വി ജസ്റ്റ് വാണ്ട് ടു മേക്ക് എ ഡിഫറൻസിയേഷൻ. നല്ലവരോട് പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ നല്ലതാണ്, ഇനി മറ്റുള്ള ആൾക്കാർ ആവറേജ് ആണെങ്കിൽ അങ്ങനെ നടക്കും. മോശമാണോ, താങ്ക് യു സർ, ഈ കമ്പനിക്കുള്ളിൽ ഐ പ്രോമിസ് യു വി വിൽ ക്രിയേറ്റ് ദാറ്റ് കൈൻഡ് ഓഫ് അവാർഡ്. ബിക്കോസ് നെഗറ്റീവ് ഗ്രോത്തിൽ ആർക്കും ഒന്നും കിട്ടില്ല. ഇൻസെന്റീവ് വിൽ ബി യു ഗെറ്റ് ദ ഇൻസെന്റീവ് പോളിസി, നിങ്ങൾക്ക് കിട്ടാൻ പോവുകയാണ്. ഒരു കാര്യം ഞാൻ അടിക്കടി പറയുകയാണ് ആൾക്കാരോട്. ആൾക്കാർ പറയാറുണ്ട് കൾച്ചർ, പിന്നെ പ്രഷർ. സർ, കൾച്ചർ മോശമാകില്ല. കൾച്ചർ ഈസ് സെയിം, ബട്ട് അക്കൗണ്ടബിലിറ്റി ആൻഡ് പ്രഷർ ഓഫ് വർക്കിംഗ് ഈസ് ഡിഫറെന്റ്. നിങ്ങൾ വർക്കിംഗ് കൾച്ചറിനെയും രണ്ടും വെവ്വേറെയാക്കുക. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തെന്നാൽ മാൻകൈൻഡിനുള്ളിൽ കൾച്ചർ വേറെയാണ്, അൺബയസ്ഡ്, അൺപൊളിറ്റിക്കൽ, മെരിറ്റോക്രേസി, സെൽഫ് ഡെവലപ്പിംഗ്, ആൾക്കാരെ മുന്നോട്ട് കൊണ്ടുവരിക, പോസിറ്റിവിറ്റി, ഇതിനെയാണ് കൾച്ചർ എന്ന് പറയുന്നത്. ജോലി ചെയ്യാതിരിക്കുന്നവർക്ക് ഞങ്ങൾ പ്രഷർ നൽകും, നന്നായി ചെയ്യുന്നവരെ മുന്നോട്ട് കൊണ്ടുവരും, അത് വേറെയാണ്, അത് വർക്കിംഗ് ആണ്. സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ അക്കൗണ്ടബിലിറ്റി ആൻഡ് കൾച്ചർ. ഐ ജസ്റ്റ് ഫോർ മേക്ക് ഇറ്റ് വെരി വെരി ക്ലിയർ ടു എവരിബഡി. ലീഡർഷിപ്പിനുള്ളിൽ ഒരു ഫേമസ് കൊട്ടേഷൻ ഉണ്ട്. അത് പറയുന്നത് ഇഫ് യു വാണ്ട് ടു മേക്ക് എവരിബഡി ഹാപ്പി, ഫോർഗെറ്റ് ലീഡർഷിപ്പ്, സ്റ്റാർട്ട് സെല്ലിംഗ് ഐസ്ക്രീംസ്. ആൻഡ് ഐ ബിലീവ് ദാറ്റ് മാൻകൈൻഡിൽ എല്ലാ സ്ഥലത്തും, അതിന് ഹെഡ് ഓഫീസ് ആയാലും, അതിന് മാർക്കറ്റിംഗ് ആയാലും, എവിടെയും, അറ്റ് എവറി പ്ലേസ്, ദാറ്റ് ഷുഡ് ബി ദെയർ. നല്ലവരോട് പറയൂ നിങ്ങൾ നല്ലതാണെന്ന്, മോശക്കാരോട് പറയൂ നിങ്ങൾ മോശമാണെന്ന്. എല്ലാ കാര്യത്തിലും ട്രീറ്റ്മെന്റിനുള്ളിൽ. With this, I just want to end this video and I want to say you that you are going to have amazing kind of a year 25-26. In the month of March, we have done many great things I am very proud of. EMPA Fliptosim has been launched amazingly good. That there is EMPA Great, EMPA Glide or Dynadew. All the divisions have been fantastic. Every department of Mankind have come forward. ലോജിസ്റ്റിക്സും തങ്ങളുടെ ജോലി ചെയ്തു, എല്ലാവരും അവരവരുടെ ജോലി ചെയ്തു, മാർക്കറ്റിംഗ്, സെയിൽസ്, എല്ലാവരും. ഗ്രേറ്റ് വർക്ക് ഹാസ് ബീൻ ഡൺ ആൻഡ് വെർ ദിസ് എവരിബഡി കംസ് ടുഗദർ വിത്ത് ഗ്രേറ്റ് ടീം സ്പിരിറ്റ്, വണ്ടേഴ്സ് റിയലി ഹാപ്പൻ. ഗോയിങ് ഫോർവേഡ് യു വിൽ ഫൈൻഡ് that you will be launching lot of new products aggressively and make sure that you are good. So all the best, have a amazing 25-26 and enjoy the year, enjoy your meetings, enjoy your next year. Thank you. All the best, all the wishes.